നല്ല ചൂടുള്ള ചായയുടെ കൂടെ കുറിക്കാൻ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചൂടോടെ കഴിക്കാനും പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. മിക്കവാറും ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഉള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. ഇപ്പം മനസ്സിലായല്ലോ എന്താ സംഭവം എന്ന്. നമ്മുടെ സോയ ചങ്ക്സ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുന്ന പോലെ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്തു. ഉപ്പിട്ട വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അതോടെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലിട്ട് കുറേ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിട്ട വെള്ളത്തിൽ തിളപ്പിച്ചു എങ്കിലും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മളെടുക്കുന്ന സോയാബീൻ്റെ അളവനുസരിച്ച് വേണം ഇതൊക്കെ ചേർക്കാൻ. പിന്നീട് ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല, പിന്നെ ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുത്താണ്ടല്ലോ അമ്പമ്പോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇത് സോയാബീൻ ഇഷ്ടമില്ലാത്തവരും കഴിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചെങ്കിലും ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അത്ര അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല തിളച്ച എണ്ണയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു 2-3 സെക്കൻഡിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി. ഒരുപാട് താമസിച്ചാൽ കരിഞ്ഞും പോകും. അപ്പോൾ 2-3 സെക്കൻഡിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സിൻ്റെ ചിപ്സ് എന്നൊക്കെ പറയാം. അത്ര ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ചായയുടെ കൂടെ ഒരു സ്നാക്സ് പോലെയൊക്കെ കഴിക്കാം. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇല്ലാത്തവർ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. കൂടെ തന്നെ നമ്മുടെ റെസിപ്പീസും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു ലൈക്ക് ഷെയറൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.